KMTVയുടെ കർണാട്ടിക് കീബോർഡ് ലെസൺ 11ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ജണ്ടവരിശ 1, 2 എന്ന വരിശകളിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കീബോർഡിൽ വായിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സുരേഷ് നാരായണൻ സാർ എഴുതിയ കർണാടക സംഗീതം എന്ന ബുക്കിലെ ജണ്ടവരിശ എന്ന ഭാഗമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അതായത് 1ഉം 2ഉം വരിശകളാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജണ്ട എന്ന് പറഞ്ഞാൽ ഇരട്ട എന്നുള്ളതാണ്. അതായത് ഒരടിക്ക് 2 അക്ഷരം വീതം വായിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് വെസ്റ്റേൺ ശൈലി പറയുവാണെങ്കിൽ 2 അരനോട്ട് ചേരുന്നതായിരിക്കും നമ്മൾ ഈ വായിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാകേണ്ടത്. ഉദാഹരണം സ സാ രീ രി അങ്ങനെ വായിക്കും നമ്മൾ. അപ്പോൾ നമുക്ക് ഇനിയും ആ എക്സസൈസിലേക്ക് കടക്കാം. അപ്പോൾ ജണ്ടവരിശയിലെ 1ാമത്തെ വരിശ. അപ്പോൾ ജണ്ടവരിശ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. സാ സ അതിലെ ഒരക്ഷരം വീതം എടുക്കുക. സാരി ഗമ പദ നീ സ സാനി ദ പ മ ഗ രി സ. ഇതിനെ ഇരട്ടിച്ച് വായിക്കുന്നതാണ് 1ാമത്തെ വരിശ. അതായത് ഒരടിക്ക് 2 നോട്ട് വീതം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എളുപ്പമാണ്. ആദ്യം 1ാമത്തെ വരിശ സാ സാ രി രി ഗ ഗ മ മ പ പ ഗ ധ നി നി സ സ. 1ാമത്തെ ലൈൻ തീർന്നു. ഇനി നമ്മൾ മേളിലേക്ക് പോയി ആരോഹണത്തിലാണ് വായിച്ചത്. ഇനി അതിന്റെ അവരോഹണം വായിക്കണം. സാ സാ നി നി ദ ദ പ പ മ മ ഗ ഗ രി രി സ സ. അപ്പം സാ സാ രി രി ഗ ഗ മ മ പ പ ഗ ധ നി നി സ സ സ സ നി നി ദ ദ പ പ മ മ ഗ ഗ രി രി സ സ. ഇതാണ് 1ാമത്തെ വരിശ. ഈ 2ാമത്തെ വരിശ ശകലം പ്രത്യേകതയുണ്ട്. അതായത് സാ സാ രി രി ഗ ഗ മ മ. പിന്നീട് സാ സ എന്നുള്ളത് തള്ളി രി രി ഗ ഗ മ മ പ പ. അപ്പം 5 വിരലിന്റെ പാറ്റേൺ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. 1ാമത്തെ ലൈൻ വായിക്കാം. ഇതാ കണ്ടോ. സാ സാ രി രി ഗ ഗ മ മ പ പ. നമ്മൾ നേരത്തെ വായിച്ചത് ദ ദ നി നി സ സ. ഇങ്ങനെയാണ് നമ്മൾ വായിച്ചു പോയത്. അപ്പം അതിൽ നിന്ന് ശകലം വ്യത്യാസമുണ്ട്. അതായത് ഇതാ കണ്ടോളൂ. സാ സാ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ. ഇവിടെ ഗാഗ വായിച്ചിട്ട് ഫിംഗർ ചേഞ്ച് ചെയ്യണം. ഗാഗ മ മ പ പ ഗ ഗ മ മ പ പ ഗ ധ നി നി പ പ ഗ ധ നി നി സ സ. അപ്പം ആരോഹണത്തിൽ മേളത്തെ സായിൽ ചെന്നു. ഇനി അവിടുന്ന് അവരോഹണമായി നമ്മൾ വായിക്കുന്നത്. സാ സാ നി നി ദ ദ പ പ നി നി ദ ദ പ പ മ മ ദ ദ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ
രി സാ സാ. അതായത് മൂന്നാമത്തെ ലൈനില് ദാ ദാ പാ പാ മാ മാ. ഈ മാമായ്ക്ക് ശേഷം നടുവെല്ലുകൊണ്ട് ഗാ വായിക്കണം. ഗാ ഗാ. കണ്ടോ? എന്നിട്ട് അവസാനത്തെ ലൈൻ പാ പാ മാ മാ ഗാ ഗാ രി രി മാ മാ ഗാ ഗാ രി രി സാ സാ. അവസാനത്തെ ലൈൻ വായിക്കുന്നതിന് നമ്മൾ ഈ 5 വിരലിന്റെ പാറ്റേൺ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇതേ രീതിയിൽ ഇത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് വായിക്കാം. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഇത് നല്ലപോലെ വായിച്ച് പഠിക്കുക. പിന്നീട് ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു ലൈൻ നമ്മുടെ കയ്യിൽ വായിക്കാൻ കിട്ടിയാൽ ശ്രദ്ധിക്കുക. 5 വിരലുകൊണ്ട് വായിക്കാമെന്നാണെങ്കിൽ 5 വിരലെ തീർക്കുക. അതല്ലെങ്കിൽ 4+4 എന്നുള്ള പാറ്റേണിലും വായിക്കാം, 3+5 എന്നുള്ള പാറ്റേണിലും വായിക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഞാൻ നേരത്തെ പറഞ്ഞു, കീബോർഡ് എന്ന് പറയുന്ന കുറേ എക്സസൈസ് ചെയ്ത് പോയി കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനുള്ളിൽ തന്നെ ഈ ഫിംഗറിങ് എങ്ങനെ ചെയ്താൽ ഇത് വായിക്കാമെന്നുള്ളത് നമുക്ക് കിട്ടും. അത് കിട്ടുന്നിടം വരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ വായിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു സിസ്റ്റത്തെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ 2 എക്സസൈസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ 3, 4 വിടാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇതേപ്പറ്റിയൊരു ഫെമിലിയർ ആകും നിങ്ങൾ ഇതെങ്ങനെയാണ് വായിക്കുന്നതെന്നുള്ളത്. അപ്പം ദയവായി ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നിടം വരെ ഞാൻ അജയകുമാർ ജി നിങ്ങളോട് തൽക്കാലത്തേക്ക് വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.